ഇന്ന് അവൻ്റെ കല്യാണമാണ്, തൻ്റെ പ്രാണൻ്റെ, അല്ലെങ്കിൽ താൻ മാത്രം പ്രാണനായി കണ്ടിരുന്നവൻ്റെ വിവാഹം. കണ്ണീരിനാൽ കാഴ്ച മറക്കുമ്പോഴും അവൾ ആ കാഴ്ച മനസ്സിലേക്ക് ആവാഹിക്കുകയായിരുന്നു. പാടില്ല, ഇനി താൻ അവൻ ആഗ്രഹിച്ചുകൂടാ. കാരണം ഇന്ന് അവൻ്റെ താരിക്ക് അവകാശിയായി മറ്റൊരുളുണ്ട്. അണപൊട്ടി ഒഴുകുന്ന കണ്ണുനീരിനെ തുടച്ചു നീക്കി പിന്തിരിഞ്ഞ് നടക്കുമ്പോൾ പലപ്പോഴും അവളുടെ കാലുകൾ ഇടറുന്നുണ്ടായിരുന്നു. മണ്ഡപത്തിൽ നിന്ന് അവൾ പോകുന്നു നോക്കി പൂച്ചച്ചിരിയുമായവൻ നിന്നു, തൻ്റെ അടുത്ത് നിൽക്കുന്നവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട്. അവളുടെ ചുണ്ടിലുമുണ്ടായിരുന്ന ഒരു പുഞ്ചിരി തൻ്റെ ആത്മമിത്രത്തെ വഞ്ചിച്ചതിൽ നിന്ന് നേടിയ സംതൃപ്തിയിൽ. എന്നാൽ അപ്പോൾ അവർ രണ്ടുപേരും അറിഞ്ഞിരുന്നില്ല, ഇടറിയ കാലുകളുമായി നടന്നു പോകുന്ന ആ പെണ്ണിൻ്റെ കണ്ണുനീരിന് ഒരിക്കൽ ഓർമ്മ വരുമെന്ന്. നിറഞ്ഞ കണ്ണുകളുമായി വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ കണ്ടിരുന്നു ഉമ്മറത്ത് തന്നെയും കാത്തുന്ന പോലെ ഇരിക്കുന്ന അച്ഛനെ. കണ്ണുകൾ തുടച്ച് കൃത്രിമ ചിരിയുമായി ഉള്ളിലേക്ക് അടക്കുമ്പോൾ ആ മനുഷ്യൻ അവളെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഒന്നും പറയാതെ അയാൾ അവളെ ഉള്ളിലേക്ക് പോവാൻ അനുവദിച്ചു. ഒരു തരത്തിൽ പറഞ്ഞാൽ അതവൾക്ക് ആശ്വാസമായിരുന്നു. റൂമിൽ കയറി വാതിൽ കൊട്ടിയടച്ച് നിലത്തേക്കിരുന്ന് അവൾ പൊട്ടിക്കരഞ്ഞു. ഇവൾ ശ്രീബാല നന്ദഗോപാൽ, ഒരു നാട്ടുംപുറത്തുകാരി പെണ്ണ്, ഒരു പൊട്ടി പെണ്ണ്, ആരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന, ആരെയും എന്ത് പറഞ്ഞാൽ എതിർത്ത് ഒന്നും പറയാത്ത ഒരു പാവം പെണ്ണ്. അച്ഛൻ നന്ദഗോപാൽ കൃഷി ഓഫീസർ, അമ്മ രാധിക ബാലക്ക് 10 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയതാണ്. പിന്നീട് അവളുടെ ലോകം തന്നെ അച്ഛനായിരുന്നു. അതിലേക്ക്, ആ ലോകത്തിലേക്ക് എപ്പോഴോ കടന്നു വന്ന ആളായിരുന്നു മാനവ് എന്ന അവളുടെ മനുവേട്ടൻ. കോളേജിൽ പഠിക്കുമ്പോൾ പലപ്പോഴായി പുറകെ വന്നിരുന്ന ആളെ അവഗണിക്കുമ്പോഴും വീണ്ടും തന്നെ പുറകെ നടക്കുന്ന ആളെ എപ്പോഴും അവൾ തിരിച്ചും സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. പിന്നീട് അവനായിരുന്നു അവളുടെ ലോകം. അവൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു മടിയും കൂടാതെ അവൾ അനുസരിച്ചിരുന്നു. അത് തന്നോടുള്ള അന്ധമായ പ്രണയമാണെന്ന് ആ പൊട്ടിപ്പെണ്ണ് വിശ്വസിച്ചു. അവളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു രേവതി. ബാലയ്ക്ക് കിട്ടുന്നതെന്നും തനിക്കും വേണമെന്ന പിടിവാശി ഉള്ളവൾ. എന്നാൽ ഒരു എതിർപ്പും പറയാതെ അവൾ അവൾക്കായി ഓരോന്നും വിട്ടുകൊടുത്തിരുന്നു. എന്നാൽ അവസാന രേവതിയുടെ കണ്ണിൽ തടഞ്ഞ മറ്റാരുമായിരുന്നില്ല, ബാലയുടെ ലോകം തന്നെയായിരുന്നു അവളുടെ മനു. നേടിയെടുത്തു അവൾ ഒരുതരം അഹങ്കാരത്തോടു കൂടി. അതും ആ പെണ്ണ് വിട്ടുകൊടുത്തെന്ന് പറയുന്നതായിരിക്കും ശരി. അല്ലെങ്കിൽ അവൾക്കും തോന്നിക്കാണും അവൻ തന്നെ അർഹിക്കുന്നില്ലെന്ന്. ബാലമോളെ, അച്ഛൻ്റെ ഒച്ച കേട്ടാണ് അവൾ കണ്ണു തുറന്ന്. വെറും നിലത്ത് ഇത്ര നേരം കിടന്നുകൊണ്ടായിരിക്കാം അവൾക്ക് ദേഹം വേദനിക്കുന്നുണ്ടായിരുന്നു, കണ്ണുകൾ നീറുന്നുണ്ടായിരുന്നു. എങ്കിലും തപ്പി തടഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റു. വരുന്നു അച്ഛേ, ശബ്ദമിടാതെ അവൾ പറഞ്ഞു. ബാത്റൂമിൽ കയറി ഒന്ന് ഫ്രഷായി അവൾ ഇറങ്ങി. സമയം രാത്രിയായി കണ്ടത് അവൾക്ക് കുറ്റബോധം തോന്നി. അവൾ തലകുനിച്ച് അച്ഛൻ്റെ മുമ്പിൽ വന്ന് നിന്നു. എന്താടാ, എന്തിനാണ് മോള് തലകുനിച്ചിരിക്കുന്നേ? അച്ഛൻ, ഞാൻ ഇഷ്ടായിരുന്നല്ലേ കുട്ടിക്ക് മനുവിനെ? അവൾ തലകുനിച്ചിരുന്നു. സാരമില്ല, അച്ഛൻ്റെ കുട്ടി അവന് വിധിച്ചിട്ടില്ല. അവളുടെ കണ്ണുകൾ അപ്പോഴും ഒഴുകിക്കൊണ്ടിരുന്നു. വാ, കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട് അച്ഛ, ഈ ചിരി കുടിക്കുക. ആ മനുഷ്യന്റെ വാക്കുകൾ ഒരിക്കലും തള്ളിക്കളയാൻ സാധിക്കില്ലെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ അയാൾക്ക് വേണ്ടി കഴിച്ചു. തൊണ്ടയിൽ നിന്ന് ഓരോ വറ്റി ഇറങ്ങുമ്പോഴും ഉള്ളിലൊരു ഗദ്ഗതം ബാക്കിയാവുമെന്ന് അവൾ അറിയുന്നുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ കഴിച്ച് എഴുന്നേറ്റ് മുറിയിലേക്ക് പോകുമ്പോഴും അവൾക്കറിയാമായിരുന്നു അച്ഛൻ പുറകിൽ തന്നെ നോക്കി നിസ്സഹായനായി നിൽക്കുന്നുണ്ടാവുമെന്ന്. പിറ്റേന്ന് മനസ്സിൽ പലതും പറഞ്ഞുറപ്പിച്ചുകൊണ്ടായിരുന്നു അവൾ കണ്ണു തുറന്നു. ഇന്നു മുതൽ ആ പഴയ ബാലയായിരിക്കും, അച്ഛയുടെ മാത്രം ബാല. തനിക്ക് തൻ്റെ അച്ഛ മാത്രം മതി. എന്തോ അത് പറയുമ്പോൾ അവളുടെ ചുണ്ടിൽ നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഇന്ന് അവൾ അച്ഛൻ്റെ ബാലയാണ്, അച്ഛയുടെ അടുത്ത് മാത്രം വായാടിയാവുന്നവൾ. അടുക്കളയിൽ നിന്നിരുന്ന ബാല അച്ഛൻ്റെ വിളിയായിട്ട് ഉമ്മറത്തേക്ക് വന്നു. എന്താ അച്ഛേ? ഇവിടെ ഇരിക്കുക. തൻ്റെ അടുത്ത് കിടന്ന കസേരയിൽ തട്ടി അയാൾ പറഞ്ഞു. ഇനി പറ, എന്താ നന്ദിന് പറയാനുള്ളത്? കസേരയിൽ നിന്നൊരു കുസൃതി ചിരിയോട് അവൾ ചോദിച്ചു. അത് കേട്ടത് അയാളുടെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു. അച്ഛേ, അമ്മയെ ഓർത്തിരിക്കാതെ എന്താ കാര്യം എന്ന് പറ. ആ മോളെ, നാളെ അച്ഛൻ്റെ കൂട്ടുകാരനും കുടുംബവും വരുന്നുണ്ട്. ഏത് കൂട്ടുകാരൻ? നീ അറിയും മോളെ, പത്മനാഭൻ, എൻ്റെ പപ്പു. അത് പറയുമ്പോൾ അയാളുടെ കണ്ണുകൾ തിളങ്ങി. അവൻ വന്നിരുന്നെന്നെ കാണാൻ. ഇപ്പോൾ വലിയ നിലയിലവര്, നാളെ വരും. അവൾ അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. ഇതുവരെ കാണാത്ത സന്തോഷമായിരുന്നു ആ കണ്ണുകളിൽ അവൾ കണ്ടിരുന്നത്. എന്തോ ആ പുഞ്ചിരി അവളിലേക്കും പടർന്നു. രാവിലെ മുതൽ ഉമ്മറത്ത് കൂടി തേരാപ്പാര നടക്കുന്ന അച്ഛനെ നോക്കി അവൾ വരാന്തയിൽ താടിക്ക് കൈയും കൊടുത്തിരുന്നു. എൻ്റെ പൊന്നച്ഛേ, ഇവിടെ വന്നിരിക്കുന്നേ, അവരിങ്ങോട്ട് തന്നെ ആയിരിക്കില്ലേ വരിക? എന്നാലും മോളെ, ഇനിയിപ്പോൾ അവർക്ക് വഴി തെറ്റി കാണോ? അതിന് സാധ്യതയില്ലല്ലോ. ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തിരുന്നാണല്ലോ. നാളെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ നമ്പർ മേടിക്കാൻ ഞാനങ്ങ് മറന്നു. നന്നായി, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോഴാണ് മുറ്റത്തേക്ക് ഒരു BMW ബ്ലാക്ക് കാർ വന്ന് നിന്ന്. അത് കണ്ടതും അത്ര നേരം അരമതിലിരുന്നവൾ ചാടി എഴുന്നേറ്റു. പുറകിലെ ഡോർ തുറന്നൊരു വയസ്സനായ ആളാണ് ആദ്യം ഇറങ്ങിയത്. മുണ്ടും ഷർട്ടുമാണ് വേഷം. പുറകെ പട്ട് സാരി കൊടുത്ത് നല്ല ഐശ്വര്യമുള്ളൊരമ്മ. അപ്പുറത്തെ സൈഡിൽ കൂടി സാരി കൊടുത്തൊരു ചേച്ചിയും ഇറങ്ങി. പിന്നീട് ആ കോ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നൊരു ചേട്ടനും ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് വേറെ ചേട്ടനും ഇറങ്ങിയത്.
അവൾ കോ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ആളെ നോക്കി മുഖത്തൊരു ചിരിയുണ്ട്. എന്നാൽ മറ്റേയാളുടെ മുഖത്ത് തീർത്തും ഗൗരവമാണ്. താടിയൊക്കെ ഉണ്ടായിട്ട് കാണാൻ ഉണ്ണിമുകുന്നതിനെ പോലെ ഇരിക്കും. അവരെ കണ്ടത് അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി. വരിക സമയം താമസിച്ചപ്പോൾ ഞാൻ മോളോട് പറയായിരുന്നേ വഴി തെറ്റിക്കാണെന്ന്. ഇല്ലടോ, ബ്ലോക്കായിരുന്നു, അതാ ഇങ്ങോട്ട് വരാൻ താമസിച്ച്. ഈ സമയമല്ല ആ അമ്മയുടെ ശ്രദ്ധ ധാവണിയെടുത്ത നമ്മുടെ സ്വന്തം ബാലയിലേക്കായിരുന്നു. അമ്മയുടെ നോട്ടം കണ്ട ആ പെൺകുട്ടി നോക്കിയത് അവളെ ആയിരുന്നു. തന്നെ നോക്കി നിൽക്കുന്ന രണ്ടുപേരെയും നോക്കി അവൾ സൗമ്യമായി ഒന്ന് ചിരിച്ചു. വരിക അകത്തേക്ക് വാ. അയാൾ അവരെ ഉള്ളിലേക്ക് ക്ഷണിച്ചു. ആ പപ്പു, ഇതാടോ എൻ്റെ മോള്, എൻ്റെ ശ്രീബാല. അയാൾ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് ആ രണ്ട് ചെറുപ്പക്കാരുടെയും ശ്രദ്ധ അവളിലേക്ക് എത്തിയത്. ഒരാളുടെ കണ്ണുകളിൽ വാത്സല്യമായിരുന്നെങ്കിൽ മറ്റേയാളുടെ കണ്ണുകളിൽ മറ്റൊരു ഭാവമായിരുന്നു. ആ മോളിങ് വന്നേ, അമ്മ ചോദിക്കട്ടെ. ആ സ്ത്രീ വിളിച്ചതും അവൾ അച്ഛനെ നോക്കി. അയാൾ തലയാട്ടിയതും അവൾ അവിടേക്ക് ചെന്ന് അവരവൾ അടുത്തിരുത്തി തലയിൽ തലോടി.